കെ ഹോംസ്. സർ, കേരളത്തിൽ താമസക്കാരില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംരംഭമാണ് കെ ഹോംസ്. ലോകമെമ്പാടുമുള്ള സമാന സംരംഭങ്ങളിൽ നിന്ന് മാതൃകകളും നടത്തിപ്പ് രീതികളും സ്വീകരിച്ചുകൊണ്ട് മിതമായ നിരക്കിൽ വീടുകളിൽ താമസ സൗകര്യം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ ഉള്ളടക്കം. വീട്ടുടമകൾക്ക് വരുമാനത്തിനപ്പുറം ഒഴിഞ്ഞുകിടക്കുന്ന വീടിൻ്റെ സുരക്ഷയും പരിപാലനവും ഉറപ്പുവരുത്താനും ഇതിലൂടെ കഴിയും. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം, മൂന്നാർ തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളുടെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് പൈലറ്റ് പദ്ധതി നടപ്പിലാക്കുക. പദ്ധതിയുടെ ഫലം വിലയിരുത്തി സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കും. സർ, കെ ഹോംസ് പദ്ധതിയുടെ പ്രാരംഭ ചെലവുകൾക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയും കേരളവും. ഉന്നത വിദ്യാഭ്യാസം മികവിൻ്റെ കേന്ദ്രങ്ങൾ. സർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ കേരള MG കുസാറ്റ് സർവകലാശാലകൾ 2021 മുതൽ ആദ്യ 50 സ്ഥാനം നിലനിർത്തി വരുന്നു. 2024 റാങ്കിംഗ് പ്രകാരം കേരള സർവകലാശാല 21-ാമതും കുസാറ്റ് 34-ാമതും MG സർവകലാശാല 37-ാമതുമാണ്. സർ, മുൻ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച സംസ്ഥാനത്തെ സർവകലാശാലകളിലെ പശ്ചാത്തല സൗകര്യ വികസനം നന്നായി പുരോഗമിച്ചു വരുന്നു. അന്താരാഷ്ട്ര ഹോസ്റ്റലിൻ്റെയും ട്രാൻസ്ലേഷൻ റിസർച്ച് സെൻ്ററുകളുടെയും നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. 3 സർവകലാശാലകൾ മികവിൻ്റെ കേന്ദ്രം ആരംഭിക്കുന്നതിനുള്ള ഭരണാനുമതി നൽകി കഴിഞ്ഞു. സർ, കുസാറ്റിലെ ന്യൂറോ ഡീജനറേഷൻ ആൻഡ് ബ്രെയിൻ ഹെൽത്ത് മികവിൻ്റെ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് 69 കോടി രൂപയും MG സർവകലാശാലയിൽ നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി മികവിൻ്റെ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് 62 കോടിയും കേരള സർവകലാശാലയിൽ താണു പത്മനാഭൻ സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് സ്ഥാപിക്കുന്നതിന് ഭരണാനുമതിയും നൽകി കഴിഞ്ഞു. സർ, ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷൻ്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ 7 മികവിൻ്റെ കേന്ദ്രങ്ങൾ കൂടി സ്ഥാപിക്കാൻ ഭരണാനുമതി നൽകി കഴിഞ്ഞു. സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ട്രെയിനിങ്. 2 കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ. 3 കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ്. 4 കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. 5 സെൻറ്റർ ഫോർ ഇൻഡിജിനസ് പീപ്പിൾസ് എഡ്യൂക്കേഷൻ. 6 കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജെൻഡർ ഇക്വാലിറ്റി. 7 കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക്. സർ, സർവകലാശാലയുടെയും എഞ്ചിനീയറിംഗ് കോളേജുകളുടെയും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെയും മേൽപ്പറഞ്ഞ മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് ആദ്യഘട്ടമായി 25 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഗവേഷണ മേഖലയിലെ പ്രവർത്തനങ്ങൾ. ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ്, സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ്, സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ മൈക്രോബയോം എന്നീ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തി സംസ്ഥാനത്തിൻ്റെ ഗവേഷണശേഷി വർദ്ധിപ്പിക്കാനും നവ ആശയങ്ങളെ ഉൽപ്പാദിപ്പിക്കാനും സജ്ജമാക്കും. 5 വർഷ കാലയളവിനുള്ളിൽ ഈ സ്ഥാപനങ്ങൾക്ക് യഥാക്രമം 2535 ലക്ഷം, 1862 ലക്ഷം, 1399.84 ലക്ഷം, 1656.98 ലക്ഷം എന്നിങ്ങനെ സാമ്പത്തിക വിഹിതം അനുവദിക്കും. ഗ്രീൻ ഹൈഡ്രജൻ വാലി. സർ, ലോകത്ത് ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. പരിസ്ഥിതി സൗഹൃദമായ ഹൈഡ്രജൻ ഇന്ധനത്തിൻ്റെ ഉപയോഗം വ്യാപകമായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. സമൃദ്ധമായ ജലവും സൂര്യപ്രകാശവും ലഭ്യമായ നമ്മുടെ നാട്ടിൽ ഹൈഡ്രജൻ ഉൽപ്പാദനത്തിന് അനുകൂലമായ സാഹചര്യമുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹൈഡ്രജൻ വാലി എന്ന വിപുലമായ പദ്ധതി സംസ്ഥാനത്ത് ആരംഭിക്കും. ഹൈഡ്രജൻ വാലി പദ്ധതിയുടെ നിർവഹണത്തിനായി ഒരു കമ്പനി രൂപീകരിക്കും. സ്വകാര്യ പൊതുമേഖലാ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കായി 5 കോടി രൂപ അനുവദിക്കുന്നു. സർ, ബയോ എത്തനോൾ. സർ, പെട്രോളിലും ഇതര ഇന്ധനങ്ങളിലും 25% ജൈവ ഇന്ധനം ചേർക്കാനുള്ള തീരുമാനം രാജ്യത്ത് നടപ്പിലാവുകയാണ്. കേരളത്തിൽ ഭാവിയിൽ പ്രതിവർഷം 6000 മുതൽ 10000 കോടി രൂപയുടെ വരെ എഥനോൾ ആവശ്യമായി വരും. ഇത് സംസ്ഥാനത്ത് വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കാൻ കഴിഞ്ഞാൽ കർഷകർക്ക് വലിയ വരുമാനം ലഭിക്കും. കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകാനാവും. ഈ മേഖല പ്രോത്സാഹിപ്പിക്കാനും ഗവേഷണത്തിലൂടെ ചെലവ് കുറഞ്ഞ ഉൽപ്പാദന രീതി വികസിപ്പിക്കാനും നടപടി സ്വീകരിക്കും. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കും ഗവേഷണ പിന്തുണയ്ക്കുമായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, സയൻസ് പാർക്ക്. സംസ്ഥാനത്ത് സയൻസ് പാർക്കുകൾ സ്ഥാപിക്കുന്നത് 22-23 ബജറ്റിലെ ഒരു പ്രധാന പ്രഖ്യാപനമായിരുന്നു. കേരളത്തിൻ്റെ വിജ്ഞാന സമ്പദ്ഘടനയ്ക്ക് മുതൽക്കൂട്ടായി സർവകലാശാലകൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും സഹകരിച്ച് പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സയൻസ് പാർക്കുകൾ വിഭാവനം ചെയ്തിരുന്നത്. കണ്ണൂർ, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ഉള്ള സയൻസ് പാർക്കുകളുടെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. കണ്ണൂരിൽ വിമാനത്താവളത്തിന് സമീപം 25 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരണ ഘട്ടത്തിലാണ്. തിരുവനന്തപുരത്തും കൊച്ചിയിലും ഭൂമി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അന്തിമഘട്ടത്തിലാണ്.